ഒരു കുട്ടീനോട് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ വാപ്പ എനിക്കൊന്നും വാങ്ങിച്ചു തരാറില്ല, എൻ്റെ വാപ്പ എനിക്കൊന്നും വാങ്ങി തരാറില്ല. സംഭവം എന്താണെന്നറിയോ? ഇയാളുടെ ജോലി കഠിനാധ്വാനമുള്ള പണി ഇയാൾക്ക്. ഇയാൾ രാവിലെ ജോലിക്ക് പോവും, വൈകിട്ടേ വരുള്ളൂ. ഇയാൾ അധ്വാനിച്ച പൈസ കൊണ്ട് സാധനം വാങ്ങി കൊടുക്കുന്ന ആരാ? പറ. ഈ ഉമ്മ. അത് നല്ലതാണ്, അൽഹംദുലില്ലാ. പക്ഷേ ഈ പെണ്ണ് പറയണ്ടേ, മക്കളെ, ബാപ്പ ചോര നീരാക്കി അധ്വാനിച്ച പൈസ കൊണ്ട്, ആ പൈസ കൊണ്ട് ഉമ്മ വാങ്ങിച്ചു തരാണ്, ഇതിന് പൈസ ഉണ്ടാക്കിയത് വാപ്പയാണ് കേട്ടോ, യഥാർത്ഥത്തിൽ വാങ്ങിത്തരുന്നത് വാപ്പയാണ് എന്നീ പെണ്ണുങ്ങളെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അത് പറഞ്ഞു കൊടുക്കുന്നില്ല. എന്നിട്ട് പോരായ്മ ഇങ്ങനെ പറയാം. പെണ്ണുങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താ? പെണ്ണുങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സോഫ്റ്റ്നെസ് ഉണ്ട്. അതുകൊണ്ട് ബാപ്പാക്ക് സ്നേഹമില്ലാന്ന് തോന്നുകയാണ്. അത് എന്തായാലും പെണ്ണുങ്ങളെ തിരുത്തി കൊടുക്കണം. ഇനി ഭർത്താവും ഭാര്യയും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ദയവായിട്ട് ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവരരുത്, അത് കൊണ്ടുവരരുത്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ആ കുട്ടികളെ കൊണ്ടുവന്നിട്ട് അത് ഉണ്ടാവരുത്. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഭാര്യയും ഭർത്താവും പിണങ്ങാറുണ്ട്, അത് മക്കളെ അറിയിക്കാറില്ല എന്ന്. നിങ്ങൾ അറിയിക്കണ്ട, അവർക്കത് മനസ്സിലാവും. സാധാരണ ജോലി കഴിഞ്ഞ് അടുക്കളയിൽ പോയിട്ട് ഭാര്യനോട് രണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് സ്നേഹത്തോടെ റൂമിലേക്ക് പോകുന്ന വാപ്പ അന്ന് അടുക്കളയിലൊന്നും പോകാതെ ഇങ്ങനെ പിടിച്ചിട്ട് നേരെ റൂമിൽ പോയിട്ട് സംസാരമൊന്നും ഇല്ലാത്തത് കാണും. അപ്പോൾ ഈ കുട്ടി രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടി മെല്ലെ അടുക്കളയിൽ പോയപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക അവസ്ഥ. എന്നിട്ട് പിന്നെ ബാപ്പാൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പോയിട്ട് കുട്ടി പറയും, ഏയ് രണ്ടാം ക്ലാസ്സിലെ കുട്ടി, നിങ്ങൾക്കാണ് ബുദ്ധി കൂടുതൽ, നിങ്ങളെ കുട്ടിക്കാണ് ബുദ്ധി കൂടുതൽ, നേരത്തെ നിങ്ങൾ സമ്മതിച്ചത്. ആ കുട്ടിക്ക് അത് മനസ്സിലാവും. എന്നിട്ട് ചിലപ്പോൾ ചോദിക്കും, മഴക്കാറ് കാണുന്നുണ്ട്, ഇടി വെട്ടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇത് പെട്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സൗന്ദര്യപ്പിണക്ക് ഉണ്ടാവും. അത് ഞാൻ എൻ്റെ ഭാര്യ തമ്മിൽ തെറ്റാറുണ്ട്. ഒരു പിണക്ക് അങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. ഞാൻ എൻ്റെ ഭാര്യ തമ്മിൽ തെറ്റാറുണ്ട്. അടിപിടി ഉണ്ടായിട്ടില്ല എന്നവരെ, അടിയോ കുത്തോ അന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പിണങ്ങാറുണ്ട്. മനുഷ്യനായ ഉണ്ടാവൂലേ? പിണക്കുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അവളുടെ വിയോജിപ്പ് പ്രയോഗിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നതിൻ്റെ അർത്ഥം. ഞാനൊരു അഭിപ്രായം പറയുമ്പോൾ എതിരഭിപ്രായം പ്രകടിപ്പിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതിൻ്റെ അപ്പോഴല്ലേ പിണക്കുണ്ടാവുന്നത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മക്കളെ ആ സാധനത്തിലേക്ക് ഒരിക്കലും വലിച്ചു കൊണ്ടുവരരുത്. അപ്പോൾ എന്താ പറഞ്ഞത്? മാതാപിതാക്കൾ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ഈ പറയപ്പെട്ടതുപോലെയുള്ള കുറച്ച് അവസ്ഥകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ കുട്ടികൾ വഴി തെറ്റിപ്പോകില്ല. സ്ത്രീകൾ അപ്പോൾ എന്ത് ചെയ്യണം? മക്കളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ബാപ്പാൻ്റെ മഹത്വം ഒന്ന് പറഞ്ഞു കൊടുക്കണം. എടാ, ബാപ്പ രാവിലെ അധ്വാനിക്കാൻ പോകുന്നത് കൊണ്ടാണ് വൈകുന്നേരം വരുമ്പോൾ മീൻ കൊണ്ടുവരുന്നത്, മത്സ്യം കൊണ്ടുവരുന്നത്, ചിക്കൻ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഗൾഫിൽ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് അധ്വാനിച്ച് നമ്മളെ കാണാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല. ആ ബാപ്പാൻ്റെ അധ്വാനം മുഴുവനും നമുക്ക് വേണ്ടിയാണ്. ബാപ്പാൻ്റെ മഹത്വം എല്ലാ പെണ്ണുങ്ങളും ഭർത്താവിനെ കുറിച്ച് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഉമ്മാൻ്റെ മഹത്വം ഭർത്താക്കന്മാരും പറഞ്ഞു കൊടുക്കണം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പിണക്കം വരുമ്പോഴത്തേക്കും എൻ്റെ ഉമ്മ അങ്ങനെയാണെന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാവരുത്. എന്നാൽ ഒരു വീട്ടിലൊരു കുട്ടി, ആ കുട്ടീനെ ഉമ്മ എപ്പോഴും അടിക്കും, നന്നായി ചീത്ത പറയും. എന്നിട്ട് ഈ കുട്ടി ബാപ്പാനോട് പറയാം, ആ വാപ്പനോട് പറഞ്ഞതാണ്, ആ വാപ്പാനോട് കുട്ടി വരാണ്, നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി ഈ സാധനത്തിന്? 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. ഈ ഉമ്മ എപ്പോഴും അടിക്കും, എപ്പോഴും വഴക്കും പറയും. ലാസ്റ്റ് ബാപ്പാനോട് ചോദിച്ചാൽ, നിങ്ങൾക്ക് എവിടുന്ന് ഈ സാധനത്തിന് കിട്ടി? നിങ്ങൾ ആ കല്യാണം കഴിക്കുന്ന അന്ന് ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. ആ കുട്ടിക്ക് അറിയില്ലല്ലോ അതൊക്കെ എങ്ങനെ എന്തൊക്കെ സംഭവങ്ങളൊന്നും അറിയില്ലല്ലോ, പാവം. അപ്പോൾ എന്താ, വീട് അങ്ങനെ ആയിരിക്കണം. പെണ്ണുങ്ങൾക്കൊരു പ്രത്യേകത, പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് സോപ്പിടാനും അങ്ങനെയൊക്കെയുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ അനൗൺസ് ചെയ്യാനൊക്കെ പെണ്ണുങ്ങളാക്കിയത്. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ലേറ്റായത് അനൗൺസ് ചെയ്യാൻ ആണുങ്ങളായിരുന്നെങ്കിൽ എന്താ സംഭവിക്കാമെന്നറിയോ? അത് കേട്ടാൽ ഒന്നും കൂടി ദേഷ്യം പിടിക്കും. നമ്മളിങ്ങനെ കറക്റ്റ് ഇങ്ങനെ അവിടെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുക എറണാകുളത്തേക്ക്. അപ്പോഴാണ് ട്രെയിൻ ലേറ്റായത്. അപ്പോൾ ആണിൻ്റെ സൗണ്ടിൽ, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ ട്രെയിൻ 1 മണിക്കൂർ വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ പണ്ടാരടങ്ങി, എടാ നാണമില്ലടാ തനിക്കൊക്കെ നികുതിയുടെ ശമ്പളമൊക്കെ തരുന്നു, നികുതി. അപ്പോൾ നികുതി ബോധമൊക്കെ ഉണ്ടാവും, അത് അടച്ചിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും നികുതി ബോധമൊക്കെ ഭയങ്കര, നികുതി അടക്കാത്തതുകൊണ്ട് ഇതൊക്കെ ലാപ്സായി നിൽക്കുകയായിരിക്കും. എന്നാലും അതൊക്കെ നികുതിയൊക്കെ പറയും, എടാ നമ്മളൊക്കെ അടക്കാത്ത നികുതിയുടെ പൈസ എടുത്തിരുന്ന ശമ്പളം തരുന്ന ട്രെയിൻ കറക്റ്റ് സമയത്ത് വരാനാണെന്നൊക്കെ പറയും. അതേസമയം ഒരു പെണ്ണ് അനൗൺസ് ചെയ്താൽ, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 1604 മംഗലാപുരത്ത് നിന്നും തിരുവനന്തപുരം വരെ പോകുന്ന മംഗലാപുരം-തിരുവനന്തപുരം എക്സ്പ്രസ് 1 മണിക്കൂർ വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. യാത്രക്കാർക്ക് നേരിട്ട അസൗകര്യത്തിൽ ഖേദിക്കുന്നു. കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്തോളാം. അതെന്താ ഒരു മാനസികാവസ്ഥയാണ്. അതേപോലെ ഇഞ്ചക്ഷൻ വെക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ ഇഞ്ചക്ഷൻ വെക്കുന്നിടത്ത് ഒരു ആണിനെ സങ്കല്പിച്ച് നോക്കിയാൽ ഒരു കൊമ്പമീശൊക്കെ ഉള്ള ഒരാൾ വലിയൊരു ഇഞ്ചക്ഷൻ വെച്ചിട്ട്, പടച്ചോന ഇയാൾക്കിപ്പോൾ ചെറിയ രോഗമുള്ളൂ, ഇത് കാണുമ്പോൾ ബോധം കെട്ടി വീഴും. അതേസമയം ഒരു പെണ്ണാണ് ഇഞ്ചക്ഷൻ വെക്കുന്നതെങ്കിൽ പേരെന്താ, പേരൊക്കെ പിന്നെ ഇത് കഴിഞ്ഞോട്ട്. നല്ല കപ്പാസിറ്റിയുള്ള നേഴ്സുമാർ പേരൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ മുറിവൊക്കെ പറ്റിയിട്ട് ആ മുറിവൊക്കെ നന്നാക്കുന്ന സമയത്ത് പേരെന്താ, പേര് പിന്നെ പറയാം, അത് ശരി കഴിഞ്ഞിട്ട്. അത് അവരുടെ ടെക്നിക്കാണ്. അതിൻ്റെ ഇടയിലൂടെ മറ്റേ നല്ല ഇഞ്ചക്ഷനൊക്കെ വെക്കും അവർ.
ഇനി ഇഞ്ചക്ഷൻ വെച്ചിട്ട് അതിങ്ങനെ ഉയിഞ്ഞിരുന്ന സമയത്ത് ഇപ്പോൾ കഴിയുമെന്ന് പറഞ്ഞാൽ ഇനി കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു മാനസികാവസ്ഥ, അത് ഇവരുടെ ഒരു സോഫ്റ്റ്നെസ് കൊണ്ട് ഉണ്ടാവുന്നതാണെന്ന് ഞാൻ പറഞ്ഞ. പെണ്ണുങ്ങൾക്ക് അങ്ങനെ ചില സോഫ്റ്റ്നെസ്, ആ സോഫ്റ്റ്നെസ് വെച്ചിട്ട് കുടുംബത്തെ കുറേ മെച്ചപ്പെടുത്താൻ കഴിയും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കും. ഞാൻ കറക്റ്റ് സമയത്ത് ഞാൻ നിർത്തും, 10 മിനിറ്റ് നിർത്തും. എനിക്ക് കറക്റ്റ് സമയത്ത് തുടങ്ങാൻ പറ്റിയിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. എനിക്ക് കറക്റ്റ് സമയത്ത് 2 മണിക്ക് സ്ഥലത്ത് എത്താനുണ്ട്. അപ്പോൾ ഇനി ഒറ്റ കാര്യം കൂടി പറയാം, അവസാനത്തെ ഒരു കാര്യം. അതെന്താണെന്ന് വെച്ചാൽ നേരത്തെ ഒരു സൂചന നൽകിയിരുന്നു. പുതിയ കാലത്ത് ഈ ഡിവൈസുകളെ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ, അത് ചെറിയൊരു സാധനം കൂടെ പറയാനുണ്ട്, അത് പറയട്ടെ നിർത്തും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, പ്രണയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, അധാർമികമായ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു. ഇവിടെ പുതിയതായിട്ടുണ്ടാകുന്ന വേറെ സാധനം വെച്ചാൽ, ഈ കുട്ടികൾ, ഈ പുതിയ തലമുറയിലെ കുട്ടികൾ രാത്രി പുറത്തിറങ്ങി പോവുക, അതേപോലെ രാത്രി ഏതൊക്കെയോ ആളുകളുടെ കൂടി രാത്രി 1 മണിക്കൊക്കെ കട്ടൻ ചായ കുടിക്കാൻ പോവുക. ഇവിടെ ഈ നാട്ടിലുണ്ടോയെന്ന് എനിക്കല്ല, പല നാട്ടിൽ നിന്നും അങ്ങനെയുള്ള കേസുകൾ വരുന്നുണ്ട്. ഇപ്പോൾ രാത്രി 1:30ക്കൊക്കെ കട്ടൻ ചായ അല്ല കുടിക്കുന്നത്, വേറെ ഐറ്റംസ് സാധനങ്ങൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല. ഇപ്പോൾ വെറൈറ്റി സാധനം കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, 1 മാസമായിട്ടുള്ളൂ. വെറൈറ്റി സാധനം, അടിപൊളി സാധനമാണ്. അതൊക്കെ വേണമെങ്കിലൊക്കെ പോയി കിട്ടുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠിച്ച് മനസ്സിലാക്കിയാൽ അതിനെതിരെ പ്രവർത്തിക്കണമെന്ന്. ആ അടിപൊളി സാധനം ഒരു ഡ്രഗാണ്. ആ ഡ്രഗ് ഒരു വെറൈറ്റി സാധനം ഇറങ്ങിയിട്ടുണ്ട്. അത് പിടുത്തം വിട്ടു പോകും നമ്മുടെ കുട്ടികൾ. ഈ MDMA എന്ന് പറയുന്ന സാധനം ഒരു ഒറ്റ തവണ ഉപയോഗിച്ചാൽ മതി. ഒറ്റ തവണ MDMA ഉപയോഗിച്ചാൽ തന്നെ ചങ്ങാതിക്ക് അഡിക്ഷൻ വരും. അത് തിരിച്ചു കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് ഞാൻ അതിൻ്റെ പരിഹാരം എന്താണെന്നറിയോ? രക്ഷിതാക്കന്മാരൊന്ന് സുഹൃത്തുക്കളാവുക, കുട്ടികളുടെ കൂടെ തോളിൽ കൈയിട്ട് കളിച്ചിരി തമാശകളൊക്കെ ഒന്ന് ആക്കിയിട്ട് അങ്ങനെ പോവുക. അതേപോലെ നമ്മുടെ ചെറിയ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് തന്നെ അവർക്ക് ചില സ്കിൽ ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ അവർക്ക് പഠിക്കാനുള്ള അവസരം കൊടുക്കണം. ഉദാഹരണം പറഞ്ഞാൽ, കായികമായ എന്തെങ്കിലും സാധനം കുട്ടികളെ പഠിപ്പിക്കുക. അത് ആ പെൺകുട്ടികളും പഠിപ്പിക്കുക. ഒരു 10 വയസ്സിൻ്റെ മുമ്പ് പഠിപ്പിച്ചാൽ മതി. 10, 12, ഇനി ലേഡി ട്യൂട്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ 15 വയസ്സായാലും പഠിച്ചോട്ടെ. കരാട്ടെ, കുങ്ഫു, അത് തല്ലുകൂടാനല്ലത്, ഒരു സെൽഫ് ഡിഫെൻസ്, ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടി. ചില ചൈനയിലും വിയറ്റ്നാമിലും ലാവോസിലും ജപ്പാനിലും കൊറിയയിലും ഒക്കെ സിലബസിൻ്റെ ഭാഗമാണ് ഈ ആയോധന കല, മാർഷ്യൽ ആർട്സ്. അപ്പോൾ നമ്മളെ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ നിശ്ചിത പ്രായത്തിൽ പഠിക്കുന്നത് വളരെ നല്ലതാണ്, ശരീരം ഹെൽത്തി ആയിട്ട് കൊണ്ടുനടക്കാനും. ഇനി എവിടെന്നെങ്കിലും ആരെങ്കിലും തല്ലാൻ വന്നാൽ ഞാൻ എൻ്റെ കുട്ടികളെയും പഠിപ്പിക്കുന്നുണ്ട്, ഞാനും പഠിക്കുന്നുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ സാധനം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കരാട്ടെ, അതേപോലെ തന്നെ കളരി, രണ്ടും ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. രണ്ടും പഠിക്കുന്നുണ്ട്. അതിൽ 2-3 ബെൽറ്റുകൾ കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള ബെൽറ്റിൻ്റെ പ്രാക്ടീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ 2 കുട്ടികളും 3 ബെൽറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ കുട്ടികളോട് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, മക്കളെ, ഒരു കുട്ടി ഇങ്ങോട്ട് കാട്ടിയാലും എൻ്റെ കുട്ടികൾ അങ്ങോട്ടൊന്നും ചെയ്യരുത്. മാക്സിമം യു ക്യാൻ ഡു ബ്ലോക്സ്. എൻ്റെ കുട്ടിക്ക് ബ്ലോക്ക് ചെയ്യാം, ഒഴിഞ്ഞു മാറാൻ എൻ്റെ കുട്ടികളെ ചെയ്യേണ്ടത്. തല്ലുകൂടാനല്ല മക്കളെ കരാട്ടെ പഠിപ്പിക്കുന്നത്. എന്തിനാ? കൂടാതിരിക്കാനാ. വല്ല മർമ്മെല്ലാം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ എവിടെ നോക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ മർമ്മം, പിന്നെ ഇടിക്കാൻ തോന്നൂല. കാരണം ആ മർമ്മത്തിൽ കൊണ്ടാൽ അവന് മറ്റേ സംഭവിക്കും, ഈ മർമ്മത്തിൽ കൊണ്ടാൽ ഇത് സംഭവിക്കും, പിന്നെ ഇടിക്കാൻ തോന്നൂല. അപ്പോൾ ഇടിക്കാതിരിക്കാനാണ് കരാട്ടക്കാരി പഠിപ്പിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളോട് പറയും, മക്കളെ, ആരെന്തെങ്കിലും ചെയ്യാമോ, നിങ്ങളൊന്ന് ഒഴിഞ്ഞു മാറിയാൽ മതി, പ്രശ്നം ഉണ്ടാക്കരുത്. ഇനി ശക്തമായിട്ട് വല്ല ഇടിയും വന്നാൽ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഏരിയ നോക്കിയിട്ട് ബ്ലോക്ക് ചെയ്യുക, അത് മാത്രം നിങ്ങൾ ചെയ്യുക, വേറൊന്നും ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുക. അപ്പോൾ കുട്ടികൾ അത്തരം കാര്യങ്ങൾ, സ്വിമ്മിങ്, കുട്ടികൾ, ഞാൻ പറഞ്ഞില്ല, കുട്ടികൾ വഴിതെറ്റുന്നു, മൊബൈലിൽ അഡിക്റ്റായി മാറുന്നു. അതിന് ഒഴിവാക്കാനുള്ള മാർഗ്ഗമാണ് ഈ പറയുന്നത്. ആ സമയം രാത്രി കുറച്ച് സമയങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് അത്യാവശ്യം ഒരു യാസീനും ഒരു തവാറക്ക് അതൊക്കെ ഒരു ലതത്തൊക്കെ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കളരി, ഇങ്ങനെ എന്തെങ്കിലും ഐറ്റംസ്, പിന്നെ സ്കേറ്റിംഗ് കണ്ടില്ലേ ഇങ്ങനെ പോകുന്നത്, അങ്ങനെയുള്ള കുറച്ച് സ്കിൽ ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ. AI കോഴ്സുകൾ ചില ക്ലാസ്സുകളിലൊക്കെ സ്കൂളിലൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യുക. പിന്നെ അവർക്ക് എന്തെങ്കിലും ഖുർആൻ്റെ ഒരു എക്സ്ട്രാ എന്തെങ്കിലും തജ്വീദ് മാത്രം ഓൺലൈനിലൊക്കെ കൊടുക്കുന്ന ക്ലാസ്സുകൾ പല ഉസ്താദുമാർ ചെയ്യുന്നുണ്ട്, പണ്ഡിതന്മാരൊക്കെ. അത്തരം വല്ല ക്ലാസ്സുകളിൽ അപ്പോൾ അതിനൊരു ഇൻട്രസ്റ്റ് വരും. ഇങ്ങനെ ഈ കുട്ടിക്ക് ഒരു ഭാഗത്ത് ഖുർആൻ്റെ തജ്വീദ് കറക്റ്റാവുന്നു, വേറെ ഭാഗത്ത് കരാട്ടെ പഠിക്കുന്നു, വേറെ ഭാഗത്ത് സ്വിമ്മിങ് പഠിക്കുന്നു, വേറെ ഭാഗത്ത് സ്കേറ്റിംഗ് പഠിക്കുന്നു, വേറെ ഭാഗത്ത് ഈ കുട്ടി പിന്നെ മറ്റെന്തെങ്കിലും സ്കില്ല് സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നു. ഒരു പ്രായമാകുമ്പോൾ സൈക്കിൾ വാങ്ങിക്കൊടുക്കുന്നു. ആ കുട്ടികളെ കളിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നു. വൈകുന്നേരം ചീത്ത കൂട്ടുകൊണ്ട് ഇങ്ങനത്തെ എല്ലാം കൂടെ ആ മോനിതിൽ തോണ്ടാൻ സമയം ഉണ്ടാവില്ല. മനസ്സിലാവിടെ പറയുന്നത്? ഒരു നിശ്ചിത പ്രായത്തിൽ ഈ സംഗതി ചെയ്ത് കഴിയുമ്പോൾ തോണ്ടാൻ സമയം ഉണ്ടാവില്ല. ഇനി വൈകുന്നേരം കുറച്ച് സമയം ഒഴിവുണ്ടെങ്കിൽ അവർ അപ്പുറത്ത് കുട്ടികളെ കൂട്ടിയിട്ട്, നമ്മളെ ഏട്ടൻ്റെ മക്കളെ, അനിയത്തിൻ്റെ കുട്ടികളെ കൂട്ടിയിട്ട് കളിച്ചോട്ടെ. ആ കളിയിലൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ആവും.